വിവിധ സംസ്ഥാനങ്ങൾ അതുപോലെ അന്വേഷണ ഏജൻസികൾ എല്ലാം കൂടെ 10 കോടി രൂപ വിലയിട്ട് NIA ഉൾപ്പെടെ അതെ ബസവരാജ വെടിവെച്ച് വന്നു. പക്ഷെ CPIയുടെ ദേശീയ സെക്രട്ടറി പറയുന്നു അത് തെറ്റായ നടപടിയാണെന്ന്. എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റും? CPM പറഞ്ഞിട്ടില്ലേ? CPM പറഞ്ഞിട്ടുണ്ട് ഈ മാവോയിസ്റ്റുകളൊക്കെ കൊല്ലുന്ന നടപടി ശരിയല്ല എന്ന്. അല്ല, അത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വയനാട്ടില് ഈ മാവോവാദിയായ കൂട്ടത്തിൽ ഒരു ഗർഭിണി ഉണ്ടായിരുന്നു. അതെ, വെടിവെച്ചു വന്ന ആരുടെ പോലീസായിരുന്നു? പിണറായി വിജയൻ സർക്കാർ. ഏത് പാർട്ടിയാണ് പിണറായി വിജയൻ? ഇടതുപക്ഷ മുന്നണി. CPM അല്ലേ? അതെ, പിണറായി പൊളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? കേരളത്തിൽ അങ്ങനെ ചെയ്യാം. കേരളത്തിൽ ചെയ്യാം അല്ലേ? കേരളത്തിന് പുറത്താകുമ്പോൾ അവസ്ഥ. കേരളത്തിന് പുറത്താകുമ്പോൾ പ്രശ്നമാണ്. കേരളത്തിൽ ഇതേ പറയുന്ന മാവോവാദികളെ വെടിവെച്ചു വന്ന് അതിപ്പോഴും CPMന്റെ പ്രസ്താവന ഇപ്പം സിനു കാണിച്ചപ്പോഴാണ് ദേശാഭിമാനി നോക്കി. ഞാനല്ലാതെ ദേശാഭിമാനി കാണാറില്ല. നോക്കിയപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, കീഴടങ്ങാൻ തയ്യാറായ മാവോവാദികളെ വെടിവെച്ചു കൊന്നു. ഒരു ഡെഡ് ലൈൻ വെച്ച്, അതായത് 2026 മാർച്ച് 31 ഇന്ത്യയിൽ മാവോവാദികൾ ഉണ്ടാവത്തില്ല എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡെഡ് ലൈൻ വെച്ച് കൊല്ലുന്നൊന്നും ശരിയല്ല എന്ന് CPM കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു എന്നാണ് ദേശാഭിമാനി വാർത്ത. ഇതേ മാവോവാദികളാണ്, ഇതേ സംഘടനയുടെ ആളുകളാണ് വയനാട് കാടുകളിൽ ഗർഭിണി ഉൾപ്പെടെയുള്ളവരെ കീഴടങ്ങാൻ തയ്യാറായവരെ പിണറായിയുടെ പോലീസ് വെടിവെച്ചു വന്നു. പിണറായി പറഞ്ഞത് ശരിയാണ്, ഇനിയും കൊല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ട് മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് 100 കോടി രൂപ മറ്റോ കേന്ദ്രത്തിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. എന്നിട്ട് പ്രത്യേക സ്ക്വാഡിനെ ഇപ്പോഴും അവിടെ വെച്ചിരിക്കുക. അവിടെ മലബാർ നിലമ്പൂർ മേഖലയിലൊക്കെ നിരന്തരം മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് അല്ലേ, തണ്ടർബോൾട്ട് എന്നുള്ള സേന ഉണ്ടാക്കി ഈ മാവോവാദികളെ കേരളത്തിൽ വേട്ടയാടുന്ന പിണറായിയാണ്. അലൻ തഹ രണ്ടുപേരില്ലേ CPM പ്രവർത്തകരായിരുന്നു. അവർ നക്സൽ ബന്ധം എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്താരാ? പിണറായി. പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ സിനു പറഞ്ഞപ്പോൾ ഞാൻ തർക്കിച്ചത് D രാജ പറഞ്ഞു. കാരണം D രാജ എക്കാലത്തും നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ, D രാജയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI എക്കാലത്തും നക്സൽ പ്രസ്ഥാനത്തിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള സപ്പോർട്ട്. CPM പക്ഷേ വ്യത്യസ്തമായി നിലപാടായിരുന്നു. ഈ കേരളത്തിൽ ഉൾപ്പെടെ മാവോവാദികളെ കണ്ട വെടിവെച്ച് കൊല്ലുന്നത് CPMന്റെ പോലീസാണ്, പിണറായിയുടെ പോലീസാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോൾ CPM പറഞ്ഞിരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. CPM നിലപാട് മാറ്റിയോ? അപ്പോൾ നിലമ്പൂരും അടക്കമുള്ള വയനാട് മലപ്പുറം ജില്ലകളിലെ വനാന്തര മേഖലകളിൽ വനമേഖലകളിൽ വിന്യസിച്ചിരിക്കുന്ന തണ്ടർ ബോൾട്ടിനെ അടക്കം CPMന്റെ സർക്കാർ പിൻവലിക്കുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി ഇതാരാണ് ഈ മാവോവാദികൾ? ഞാനൊരു കണക്ക് പറയാം. 1999 മുതൽ 2018 വരെയുള്ള കാലം. ഈ കാലയളവിൽ മാവോവാദികൾ കൊന്ന മനുഷ്യർ, സാധാരണ മനുഷ്യർ, സിവിലിയൻസ് എത്ര പേരാണെന്നറിയാവോ? 7869 പേർ. 7869 പേർ. പോലീസല്ല, പട്ടാളമല്ല, പാരാമിലിറ്ററി അല്ല, വെറും സാധാരണ മനുഷ്യർ മാവോവാദികളുടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഇനി ഇതേ കാലയളവിൽ 2690 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ കൊന്നിട്ടുണ്ട് മാവോവാദികൾ. മനുഷ്യ സ്നേഹം, പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്നവരാണ്. ലോകത്ത് മനുഷ്യൻ്റെ മുഴുവൻ എല്ലാ ശബ്ദവും സംഗീതമായി മാറുന്ന കാലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. 7869 സാധാരണക്കാരെ വെടിവെച്ചു വന്നു. ഇനി തീർന്നിട്ടില്ല. ഈ കാലയളവിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് 3274. ഈ 3274 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. അതായത് നക്സലൈറ്റുകളും നമ്മുടെ സുരക്ഷാ സേനകളും തമ്മിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത് 3:2. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുമ്പോൾ 2 നക്സലൈറ്റുകൾ കൊല്ലപ്പെടുന്നു എന്ന തരത്തിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഭീകരതയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ രാജ്യത്തെ ഏതാണ്ട് ഈ 2024 മുമ്പ് വരെയുള്ള കണക്കെന്ന് പറഞ്ഞാൽ 126 ജില്ലകൾ ഈ രാജ്യത്തെ നക്സലൈറ്റുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, അതായത് ഒരു ആന്ധ്രയിലെ ജാർഖണ്ഡിലെ ഒരു വലിയ കുടുംബം, അവർക്ക് വലിയ ചെമ്മീൻ കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, വലിയ സമ്പന്നരായിരുന്നു. അവരുടെ ഭൂമി മുഴുവൻ ഇന്ന് മാവോയിസ്റ്റുകൾ പിടിച്ചെടുത്ത് ഓടിക്കൊള്ളാൻ പറഞ്ഞു. നേരം ഇവിടെ കണ്ടുപോരുത്, സ്ഥലം വിട്ടോണെന്ന് പറഞ്ഞു. തോക്കുമുന്നിൽ ഇവർ കയ്യിൽ കിട്ടുന്നെടുത്തുകൊണ്ട് ഓടിപ്പോന്ന് അവർ അവിടുത്തെ ആ വീട്ടിലെ ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുക. അതായത് ആ കാലത്ത് ജന്മി എന്ന് പറയാവുന്ന ആ കാലത്തല്ല, റീസെൻ്റ്ലി, സമീപകാലത്ത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം എൻ്റെ ചില അവിടുത്തെ കരാർ ജോലികളൊക്കെ ചെയ്യുന്ന, റോഡ് നിർമ്മാണമൊക്കെ നടത്തുന്ന ആ മേഖലയിൽ റോഡൊക്കെ ഉണ്ട്. അത് നടന്ന എൻ്റെ ഒരു ബന്ധു പറഞ്ഞതാണ്, അവിടെ പലയിടത്തും ചെക്ക് പോസ്റ്റുകൾ വെച്ചിരിക്കുക. ബസ്തർ പോലെയുള്ള ജില്ലകളിൽ മാവോയിസ്റ്റ് ചെക്ക് പോസ്റ്റ്, പോലീസിനും പട്ടാളത്തിനും പ്രവേശനമില്ല, മാവോവാദികളാണ് തീരുമാനിക്കുന്നത് ആര് പോകണം. അങ്ങനെ സമാന്തര ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ 126 ജില്ലകൾ ഉണ്ടായിരുന്നത്. 2024 ആയപ്പോൾ 38 ജില്ലകളിലായിരുന്നു. 2024 ഇവർക്ക് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായി. ഇപ്പോൾ അത്
രണ്ട് കൈകളിൽ എണ്ണാനുള്ള ജില്ലകളിൽ താഴെയായി കുറഞ്ഞു. നക്സൽ ബാധ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നക്സലൈറ്റുകൾ എങ്ങനെ പാവമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ഒരു സിദ്ധാന്തമുണ്ട്. ഇന്ത്യക്കെതിരെ യുദ്ധം പാകിസ്ഥാനോ ചൈനയോ ആരെങ്കിലുമൊക്കെ യുദ്ധം ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇന്ത്യനെ ഒന്ന് ഒതുക്കിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ചില ആളുകളുണ്ട് എ വാർ ഓഫ് 1000 cuts. അതായത് ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മുറിവ് ഒരു സ്ഥലത്തുണ്ടാവും അല്ലേ, അതാണ് യുദ്ധം. പക്ഷേ അതിലൂടെ ഒരുപാട് ചോര ഒഴുകി പോകുമ്പോൾ നമ്മൾ ആ മുറിവ് അങ്ങ് വെച്ച് കിട്ടിയാൽ മതി, ആ യുദ്ധത്തിന് പരിഹാരം ഉണ്ടായാൽ മതി. പക്ഷേ ഒരു ശരീരത്തിൽ 1000 cuts 1000 മുറിവുകൾ ഉണ്ടാക്കിയാലോ, ഒരു മുറിവിൽ നിന്ന് രക്തം വാർന്നു പോകുന്നതിനേക്കാളും മാരകമായിരിക്കും രാഷ്ട്ര ശരീരത്തിൽ 1000 മുറിവുകൾ ഉണ്ടാക്കിയാൽ. എ വാർ ഓഫ് 1000 cuts എഗൈൻസ്റ്റ് ഇന്ത്യ നടത്തണം എന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ മാവോയിസ്റ്റുകൾ. അതായത് രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കലാപം ഉണ്ടാകണം, അപ്പോൾ രാജ്യം അരക്ഷിതമായും രാജ്യം തകർന്നു പോകും. അങ്ങനെ ആയിരക്കണക്കിന് മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്ന് ഇന്ത്യ നശിക്കണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് മാവോവാദികൾ. തീർന്നില്ല. ഇവർക്ക് കാലങ്ങളായി ISIയുടെയും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പിന്തുണ ഉണ്ടായിരുന്നതിന് ഒരുപാട് തെളിവുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ബംഗ്ലാദേശിലെ ഭീകര സംഘടനകൾ ബംഗാളിലെ നക്സലൈറ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് 2012 ബംഗാളിലെ DGP ആയിരുന്ന നവർജിത് മുഖർജിയാണ്. സ്റ്റേറ്റ് പോലീസ് തലവൻ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശ് തീവ്രവാദികളാണ് ഇവർക്ക് ആയുധം കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത്, പരിശീലനം കൊടുക്കുന്നത്. തീർന്നില്ല, ജാർഖണ്ഡിൽ ഇവരും പോപ്പുലർ ഫ്രണ്ടുമായിട്ട് സഖ്യം ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും നക്സലൈറ്റുകളും. എന്നാലും ചോദിക്കുക, മുസ്ലിം തീവ്രവാദ സംഘടനയും നക്സലൈറ്റുകളും തമ്മിൽ സഖ്യം. എന്തിനാണ്? നക്സലുകൾക്ക് എങ്ങനെയാണ് ഒരു മുസ്ലിം സംഘടനയെ അംഗീകരിക്കാൻ കഴിയുന്നത്? അവർക്ക് മതമില്ലെന്നല്ലേ പറയുന്നത്, അത് നിരീശ്വരവാദികളല്ലേ. മുസ്ലിം സംഘടനകളായിട്ട് സഖ്യമുണ്ടായിരുന്നു. ഭീമ കൊറാഗാവ് സംഭവം, പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചന തുടങ്ങിയ പ്രതിയായ റോന വിൽസൺ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. തീർന്നില്ല, കമ്മിറ്റി ഫോർ റിലീസിംഗ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്നൊരു സംഘടനയുണ്ട്. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നറിയോ, കാശ്മീർ തീവ്രവാദി നേതാവായിരുന്ന സയ്യിദ് ഗിലാനി. വൈസ് പ്രസിഡന്റ് ആയിരുന്നറിയോ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ P. കോയ. എങ്ങനെയുണ്ട്? പിന്നെ കേരളത്തിലെ നക്സൽ നേതാവായ വൈസ് പ്രസിഡന്റുമാർ, 2 വൈസ് പ്രസിഡന്റുമാർ കേരളത്തിൽ നിന്നായിരുന്നു. ഒന്ന് P. കോയ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ്, പിന്നെ നക്സലൈറ്റ് താത്വികാചാര്യനായ MN രാമുണ്ണിയും വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് ഗിലാനി, കാശ്മീർ ഭീകരൻ. എങ്ങനെയുണ്ട്? അപ്പോൾ അമേരിക്കയിലെ പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ പേര് സ്ട്രാറ്റ്ഫോർ എന്നാണ്. സ്ട്രാറ്റ്ഫോറിൻ്റെ റിപ്പോർട്ടുണ്ട്. സ്ട്രാറ്റ്ഫോറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾക്ക് ലഷ്കർ ബന്ധമുണ്ടെന്ന് പറയുന്നു. ലഷ്കർ ബന്ധം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടാണ്. ഇത് തീർന്നില്ല, പാകിസ്ഥാനിൽ നിന്ന് ദാവൂദ് ഇബ്രാഹിമും ഇന്ത്യയിലെ ഇടതു തീവ്രവാദ സംഘടനകളെ ബന്ധിപ്പിക്കാനായിട്ടുള്ള ചില ഇടനില നടന്നിട്ടുണ്ട്. അതിന് ടിക്കറ്റ് എടുത്ത് ദുബായ് വഴി പോകാനായിട്ട് വിസയും ടിക്കറ്റും എടുത്ത് കൊടുത്ത സംഘത്തെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂർ പോലീസാണ്. ദാവൂദ് ഇബ്രാഹിം, പാകിസ്ഥാൻ, ISI അവരുമായിട്ട് ആർക്ക് ബന്ധം? ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾക്ക്. അത്ര നല്ല രീതിയിലല്ല മനസ്സിലായി. ഇതൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വിവരങ്ങളാണ്, കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ചൈനയാണ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ടാണ് അവിടെ സംഘർഷമാകുന്നത്. ഇവരെ ട്രെയിൻ ചെയ്യുന്ന അതിർത്തി കടത്തിക്കൊണ്ടുപോയി പരിശീലനം കൊടുക്കുന്നത് ചൈന. ഇനി ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് CPM ഇവരെ സപ്പോർട്ട് ചെയ്ത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കൊല്ലപ്പെട്ട നമ്പാല കേശവറാവു എന്ന ബസവരാജ 70 വയസ്സുണ്ട്, എഞ്ചിനീയർ ആയിരുന്നു മാത്രമല്ല ഭാര്യ അദ്ദേഹത്തിന് ഇയാളുടെ ഭാര്യയും നക്സൽ കമാൻഡറായിരുന്നു ശാരദ. 2010 ഇവർ ആത്മഹത്യ ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബസവരാജ, ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസപരമായി എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരുന്നു. അതിനുശേഷം അയാളുടെ സഹോദരൻ വിശാഖപട്ടണം പോർട്ടിലെ വിജിലൻസ് ഓഫീസറാണ്, മറ്റൊരു സഹോദരൻ ഡോക്ടറാണ്, പ്രാദേശിക നേതാക്കന്മാർ, അങ്ങനെ വെൽ സെറ്റിൽഡായ ഫാമിലിയൊക്കെയാണ്. പിന്നെ ഇയാൾ ഒരുപാട് കാലം ഇയാളുടെ പുറത്ത് കാണാനുണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു സംഘത്തിൻ്റെ സംരക്ഷണയിലാണ് ഉണ്ടായിരുന്നത്. എപ്പോഴും തോളിൽ AK-47 തോക്കും തൂക്കിയാണ് നടന്നിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ജീവിതമൊക്കെയാണ് ഇയാൾ നയിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ കമ്പനി 7 എന്ന് പറയുന്ന ഒരു സുരക്ഷാ സേന ഈ ബസവരാജുവിനെ സംരക്ഷിക്കാൻ വേണ്ടി കമ്പനി 7 എന്ന് പറയുന്ന സുരക്ഷാ സേനയുടെ
വലയത്തിലാണ് ബസവരാജു ജീവിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും വലിയ തമാശ, ഇയാൾ നടത്തിയിട്ട് ക്രൂരകൃത്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് 2003 അലിവേരി സ്ഫോടനം, ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ നായിഡുവിനെ കൊലപ്പെടുത്താനുള്ള അലിവേരി സ്ഫോടനം നടത്തിയത് 75 CRPF ജവാന്മാരെ 2010 കൊലപ്പെടുത്തിയിട്ടുണ്ട്. 75 പേരെ. ആര്? ഈ ബസവരാജു. 2013 ജിറാം ഹത്തിയിൽ നടത്തിയ സ്ഫോടനത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ ബസവരാജു നേരിട്ട് മിനിമം 100 പേരെങ്കിലും കൊന്നിട്ടുണ്ട്. 100 പേരെങ്കിലും കൊന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. അങ്ങനെയാണ് വിവിധ സംസ്ഥാനത്തെ പോലീസും NIAയും കൂടെ ഇയാളുടെ തലയ്ക്ക് വില കൊടുത്തിരുന്ന വില എല്ലാം കൂടെ കൂട്ടിയ 10 കോടി രൂപയാകുന്നത്. ഇനിയിപ്പോൾ വലിയ തമാശ, ഇപ്പോൾ നക്സലൈറ്റ് മാവോയിവാദികളുടെ നേതാവ് ഇല്ലാതായല്ലോ. അടുത്ത നേതാവിനെ വേണം. അടുത്ത നേതാവാക്കാൻ 2 പേരുകളാണ്. ഒന്ന് മല്ലോജുല വേണുഗോപാൽ എന്ന് പറഞ്ഞ 69കാരൻ. പിന്നെയുള്ളത് തിപ്പാരി തിരുപ്പതി അഥവാ അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന ദേവ്ജി, 60 വയസ്സുള്ള. ഈ 2 പേരിൽ ഒരാൾ അടുത്ത നേതാവാകണം. അത് പ്രശ്നമാണ് സാർ. ഇവർ വലിയ വിപ്ലവകാരികളൊക്കെ ആണല്ലോ. അവിടെ വലിയ പ്രശ്നമാണ്. ഈ വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ ബ്രാഹ്മിനാണ്. ഈ പറയുന്ന ദേവ്ജി എന്ന് പറഞ്ഞ തിപ്പാരി തിരുപ്പതി ദളിതനാണ്. നക്സലുകൾക്കിടയിൽ ഇയാളെ ആക്കുന്നതിന് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ആളുകളെ കൊല്ലുന്ന മാവോവാദികൾ അടുത്ത നേതാവ് ആരാണെന്നുള്ള തർക്കത്തിലാണ്. ദളിതനെ ആക്കുമോ ബ്രാഹ്മണനെ ആക്കുമോ? അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ നക്സൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നവർക്ക് പാകിസ്ഥാൻ ബന്ധം, ഇസ്ലാമിക തീവ്രവാദികളുമായിട്ട് ബന്ധം, പോപ്പുലർ ഫ്രണ്ട് ബന്ധം. അതുകൂടാതെ തങ്ങളുടെ ആകെ കുറച്ചേ ഉള്ളൂ, കുറച്ച് പേര് ആയുധമായിട്ട് കാട്ടിക്കഴിയുന്ന കുറേ പേര്. ഇവരിൽ അടുത്ത നേതാവ് ബ്രാഹ്മണൻ വേണോ ദളിതൻ വേണോ എന്ന് പറഞ്ഞ് അവശേഷിക്കുന്ന പോളിറ്റ് ബ്യൂറോയിൽ അടിയാണ്. എങ്ങനെയുണ്ട്? നക്സലൈറ്റ് മാവോയിസ്റ്റ് ബന്ധം. ഇങ്ങനെയുള്ള ഒരു സംഘത്തെ വെള്ളപൂശാനാണ് ഇപ്പോൾ CPMഉം CPIയുടെ പിന്നാലെ വന്നിരിക്കുന്നത്. അപ്പോൾ മാവോയിസ്റ്റുകളുടെ ഭീഷണി ഇന്ത്യയിൽ തുടരണം. ഇന്ത്യയുടെ ശരീരത്തിൽ, രാഷ്ട്ര ശരീരത്തിൽ 1000 മുറിവുകളുണ്ടായി ഇങ്ങനെ ചോര ഒലിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ആളുകളെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാൻ CPMഉം CPIയോടൊപ്പം മത്സരിച്ച് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത നിലപാടെടുക്കുക, ഇന്ത്യയെ ആഭ്യന്തരമായി ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ സുരക്ഷാ സേനയെ ആക്രമിക്കുന്ന മാവോയിസ്റ്റുകൾക്കെതിരെ നടപടി എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുക. ഞാൻ പറഞ്ഞിട്ട് ഈ ബസവരാജുവിനെ കൊന്നു, വെടിവെച്ച് കൊന്നു, 26 പേരെ മാവോയിസ്റ്റുകളെ കൂട്ടത്തിൽ കൊന്നു. ശരി, എപ്പോഴെങ്കിലും CRPF ഭടന്മാർ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഈ CPIയുടെ D രാജ എന്ന് പറയുന്ന വിദ്വാനും CPMന്റെ കേന്ദ്ര കമ്മിറ്റിയും അവലപിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ചെയ്തിട്ടില്ല ഒരു തവണയെങ്കിലും. ഇപ്പോഴും DRGയുടെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡാണ് ഛത്തീസ്ഗഡിലെ ഈ മാവോവാദികളെ കൊന്നത്. അതിലൊരു ഭടൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാളുടെ മരണത്തിൽ നിങ്ങൾക്ക് അനുശോചനമുണ്ടോ? അപ്പൊ രാജ്യത്തെ ജനങ്ങളെ കൊന്നാൽ, രാജ്യത്തെ സുരക്ഷാ സേനയിൽ കൊന്നാൽ നിങ്ങൾ ആഹ്ലാദിക്കും. എന്നാൽ ഈ കൊലകളൊക്കെ നടത്തുന്ന, കൊലകൾക്ക് ആസൂത്രണം ചെയ്യുന്ന ഒരു ഭീകരനെ കൊന്നാൽ നിങ്ങൾ പ്രതിഷേധിക്കും. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, ഇന്ത്യ വിരുദ്ധമായ നിലപാട്. ഇത് നമുക്ക് പറയാതെ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.